ഇവിടുന്ന് ഫുള്ളായിട്ട് നമുക്ക് ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം കൺട്രോൾസ് മൈ ഡേ, അതായത് ഇൻസ്റ്റാഗ്രാമിലുള്ള ഫോളോവേഴ്സ് എന്ത് പറയുന്നോ അതുപോലെ ആയിരിക്കും ഞാൻ ഇന്നൊരു ദിവസം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര വെറൈറ്റി വീഡിയോ ആണ് എന്ന് ഞാൻ പറയത്തില്ല, കാരണം ഇത് കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ എനിക്കൊന്ന് പുറത്തുള്ള ആൾക്കാരാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് പുറത്ത് പോകണം. പുറത്ത് പോയാലേ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുറത്ത് പോകാൻ വേണ്ടി നമുക്കൊരു ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ നമുക്ക് ഏത് ഡ്രസ്സ് വേണം എന്നുള്ള പോൾ തന്നെ ഫസ്റ്റ് ഇടാം. അപ്പോൾ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പോൾ ഇടും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ മുടി ഇത്രയും കട്ട് ചെയ്യണോ അതോ വേറെ എന്തെങ്കിലും ഒരു മേക്ക് ഓവർ ചെയ്യണോ. അപ്പോൾ അവർ പറയാണ് മുടി ഇവിടം വരെ കട്ട് ചെയ്തോ, അപ്പം ഞാൻ എന്ത് ചെയ്യും, മുടി അവിടെ വരെ കട്ട് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ചാലഞ്ച്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് നമുക്ക് ചൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ നമുക്ക് ഫസ്റ്റ് ചലഞ്ചായിട്ട് വെക്കാമെന്ന്. അപ്പം ഞാൻ നിങ്ങളെ ആ ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പം ഞാൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തേക്കുന്ന ഡ്രസ്സ് ഇതാണ്. ഈ ഒരു ഡ്രസ്സാണ്, ഇങ്ങനെ വലിയ സ്ലീവ് ഒക്കെ വരുന്നത് നല്ല അടിപൊളി ഒരു ഡ്രസ്സാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സ് ചൂസ് ചെയ്യണമെന്നാണ്, പക്ഷെ ആരും അത് ചൂസ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇനി സെക്കൻഡ് ഡ്രസ്സ് ഇതാണ്. ഈ ഒരു ഡ്രസ്സാണ് സെക്കൻഡ് ഡ്രസ്സ്. ഇതും ഇങ്ങനെ വലിയ സ്ലീവൊക്കെ വരുന്ന ഡ്രസ്സാണ്. ഇനി കുറച്ച് ഒരു ഫോമൽ ലുക്ക് വരുന്ന ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്. അപ്പോൾ ഞാനിനി ഇത് മൂന്നും അവിടെ എൻ്റെ ഒരു ചെറിയ സ്റ്റുഡിയോ ആണിത്. എൻ്റെ കോമഡി വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സൊക്കെ അവിടെ തൂക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ പോൾ ഇട്ടിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ പോൾ ഇട്ടിട്ട് കുറച്ച് സമയം ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നത് ഈ ഡ്രസ്സാണ്. ആക്ച്വലി ഈ ഡ്രസ്സ് നല്ലതാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ ഡ്രസ്സ് ചൂസ് ചെയ്തതിൻ്റെ റീസൺ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഈ ഡ്രസ്സ് ഇട്ട്. ഞാനത് ഇവിടെ കൊടുക്കാം. അപ്പോൾ അത് കണ്ടിട്ട് അത് നല്ലതാണെന്ന് വിചാരിച്ചാണ് കുറേ പേര് അത് ചൂസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പോൾ ഇട്ടത് നിങ്ങൾക്ക് കാണണ്ടേ, ഞാൻ കാണിച്ചു തരാം ഞാൻ പോൾ ഇട്ടത്. പക്ഷേ ഈ ലാപ്ടോപ്പിൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പെർസെൻറ്റേജ് കാണുന്നില്ല. പക്ഷെ ഞാൻ പെർസെൻറ്റേജ് ഇൻസ്റ്റയിൽ നോക്കിയിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഇതാണ് നമ്മൾ പോൾ ഇട്ടത്. ഒരു റിഫ്ലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പോൾ ഇട്ടത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പെർസെൻറ്റേജ് അനുസരിച്ച് ഫുൾ ചേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ആ ഒരു മൂന്നാമത്തെ ഔട്ട്ഫിറ്റിനാണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ആൾക്കാർ പോൾ ചെയ്തേക്കുന്നതല്ലേ. പക്ഷേ ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് 50% പോൾ വന്നേക്കുന്നത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് പുതിയ ഡ്രസ്സിനാണ്. അപ്പോൾ ഇനി ഒത്തിരി സമയം ഞാനിവിടെ ഇത് നോക്കി വെയിറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് പോവാം. ഞാനങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഡ്രസ്സ് ഇടുന്നത്. ഇതിൻ്റെ കൈയും ഈ ഒരു നെക്കും ഒക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോൾ ചെറുതായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ കാണിക്കാം. അപ്പോൾ ഇപ്പോഴും പക്ഷേ ഈ ഡ്രസ്സ് തന്നെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ഫസ്റ്റ് ഡ്രസ്സ്, അതായത് ഈ ഡ്രസ്സും തേർഡ് ഡ്രസ്സും നമ്മളൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് താമസിക്കേണ്ട, നമുക്ക് പോവാം. ഞാൻ അങ്ങനെ നമ്മുടെ പോൾ അനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഡ്രസ്സ് നിങ്ങളെ ഓൾറെഡി കാണിച്ചല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത പോളിലോട്ട് പോവാം. നമുക്കൊരു ചെറിയ വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ അപ്പോഴേക്കും പോൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്കും പോൾ റെഡി ആവും. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്ഥലമല്ല, വിശക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡിനുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ട്, പിന്നെ പിസ്സ, ബിരിയാണി ഉണ്ട്, പിസ്സ ഉണ്ട്, മറ്റേ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ട്, ദോശ, മസാല ദോശ, എനിക്ക് ഗീ ദോശ കേട്ടോ എന്തായാലും അതുണ്ട്. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഏതാണോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ചൂസ് ചെയ്യുന്നത് അത് നമ്മൾ കഴിക്കുന്നതായിരിക്കും. എൻ്റെ ആഗ്രഹം എനിക്ക് ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ അത് വേണമെന്നാണ്. പിസ്സയും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ദോശ കഴിക്കാൻ തോന്നുന്നില്ല, നല്ല വിശപ്പുണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ കളത്തിലൊന്നും കാണിക്കത്തില്ല. അവരെന്താണോ പറയുന്നത് അത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം ഞാൻ പോയി പോൾ ഇടട്ടെ. ഞാൻ അങ്ങനെ കഴിക്കാനുള്ള ഫുഡിൻ്റെ പോൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പിസ്സ, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ബിരിയാണി, ഗീ റോസ്റ്റ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാവരും ചൂസ് ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ ഇനി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് വരുമ്പോഴേക്കും എന്താണോ കഴിക്കാൻ ഇവർ പറയുന്നത് അത് നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് എന്തായിരിക്കും എല്ലാവരും വോട്ട് ചെയ്ത്. എൻ്റെ ആഗ്രഹം ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ അല്ലെങ്കിൽ ബിരിയാണി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കുന്ന സമയത്ത് 47% ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കനാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ 27% ബിരിയാണി ഉണ്ട്. അതിൻ്റെ താഴെ പിസ്സ ഉണ്ട്.
ഏറ്റവും ലാസ്റ്റ് ഗീ റോസ്റ്റ്, നല്ല കാര്യം. അപ്പോൾ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കനാണ്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ കഴിക്കാൻ വേണ്ടി ചിയാങ്ങിലേക്ക് നമ്മൾ പോവാണ്. ചിയാങ് അത്യാവശ്യം അടിപൊളി നല്ല ചൈനീസ് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ചിയാങ്ങിൽ പോയിട്ട് നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ കഴിക്കാം. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ക്യുസാറ്റ് ക്യാമ്പസിൻ്റെ ഉള്ളിൽ കൂടാണ്. നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാം, ക്യാമ്പസിൻ്റെ ഉള്ളിൽ കൂടാണ് റോഡ് പോകുന്നത്. അപ്പം ഞാൻ ആ റോഡ് കാണിച്ചു തരാം. ഇതാ നല്ല ഭംഗിയുള്ള വാഗമരങ്ങളാണോന്ന് അറിയത്തില്ല, എന്തൊക്കെയോ മരങ്ങളുള്ള നല്ല ഭംഗിയുള്ള ക്യാമ്പസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോളേജ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇവിടം വരെ വന്ന് ഇങ്ങനെ കോളേജും ക്യാമ്പസും ഒക്കെ കാണാം. നമ്മളങ്ങനെ ചിയാങ്ങിൽ എത്തിയിട്ടുണ്ട്, കാണുന്നുണ്ടോ ബാക്കിൽ. നമുക്ക് ഉള്ളിൽ പോയിട്ട് ഫ്രൈഡ് റൈസ് ആൻഡ് ചില്ലി ചിക്കൻ ഓർഡർ ചെയ്യാം. നമ്മളിപ്പോൾ വന്നേക്കുന്നത് കാക്കനാട് തുടങ്ങിയ പുതിയ ചിയാങ്ങിലാണ്. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ മെനു വന്നപ്പോൾ നമുക്കൊന്നും നോക്കാനില്ല, നമ്മൾ ഓൾറെഡി അറിയാം ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് പറയാൻ പോകുന്നത്. മ്യൂസിക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഡബ് ചെയ്തത് കേട്ടോ. നമ്മളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇനി നമുക്ക് അടുത്ത പോളിടാനുള്ള സമയമായി. അതായത് ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോകണം, അതായത് ഞാൻ പോളിടാൻ ഉദ്ദേശിക്കുന്നത് മോളുണ്ട്, ബീച്ചുണ്ട്, ചേർച്ച് ഉണ്ട്, അതായത് പള്ളിയുണ്ട്. അപ്പോൾ ഇത് മൂന്നും ഞാൻ പോളിട്ടിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ അറിയാം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ബീച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ലൈക്ക് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല, ബീച്ചിൻ്റെ അവിടെ പോയിട്ട് ജസ്റ്റ് ആ ഒരു വൈബൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം ഞാൻ പോളിട്ടിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് തിരിച്ച് കാറിൽ കയറിയിട്ട് പോളിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. ചർച്ചും മോളൊക്കെ ആണെങ്കിൽ ഈസി ആയിരിക്കും. ബീച്ചാണെങ്കിൽ ഇവിടുന്ന് കുറച്ച് ദൂരം പോകാണ്ട്, കുഴപ്പമില്ല, ഇതൊരു ചലഞ്ചാണ്. നമ്മൾ പോയിരിക്കും. അപ്പം ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ, നല്ല വിശക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെ വന്നിട്ടുണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം ഞാൻ എന്താ കുറച്ച് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും കൂടെ ഇളക്കി ഇങ്ങനെ കഴിച്ചപ്പോൾ എന്താ ടേസ്റ്റ്. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത സ്ഥലം ഏതാന്ന് പോളിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലൈക്ക് ഞാൻ പറഞ്ഞുതരാം, 50% മോളാണ്. ഭാഗ്യമായി. അതായത് ഇപ്പൊ ഈ സമയത്ത് ബീച്ചിൽ പോയി എന്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. 50% മോളാണ്, പിന്നെ 44% തൊട്ടടുത്ത് ബീച്ചുണ്ട്, പിന്നെ ചർച്ച് ഉണ്ട്. അപ്പൊ നമുക്ക് മോളിലേക്ക് പോവാം. ഏത് മോളാണ് സത്യം പറയാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. അത് പോകുന്ന വഴി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ മോളിൽ എത്തിയിരിക്കുന്നു. ഞാൻ വന്നേക്കുന്നത് ഫോറം മോളിലാണ്. ഞാനിത് സ്റ്റാർട്ടിങ്, അതായത് ഇത് തുടങ്ങിയ സമയത്ത് വന്നതാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ചലഞ്ചായിട്ട് സെലക്ട് ചെയ്തപ്പോഴാണ് എനിക്കിവിടെ വരാനൊരു അവസരം ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയി ഇവിടെ വെറുതെ തെണ്ടിത്തിരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ ഫുഡിനും കഴിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓൾറെഡി വയറ് ഫുള്ളാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് ചുമ്മാ കറങ്ങി അടിച്ച് നടക്കാം. നല്ല അടിപൊളി ലുക്കായിരുന്നു ഫോറം മോൾ പുറത്തുനിന്ന് കാണാൻ വേണ്ടി. ഞാനങ്ങനെ ഉള്ളിൽ പോയി. അപ്പോൾ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് ഞാൻ ഒരു ഫസ്റ്റ് ടൈം കണ്ടതിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു 1 എന്ന് എഴുതിയിട്ടൊരു കേക്ക് കണ്ടു. എനിക്ക് തോന്നുന്നു 1 ഇയർ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുക 1 ഇയർ ആയോ തുടങ്ങിയിട്ട്, എനിക്ക് അറിയത്തില്ല കേട്ടോ, ഉറപ്പില്ല. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ തേരാപ്പാര നടക്കുകയാണ്. എന്നെ പോലെ കുറേ പിള്ളേരും അവിടെ നടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ നടക്കുന്ന സമയത്ത് ഭയങ്കര യാദൃശ്ചികമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പിള്ളേർ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ. അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പം നമ്മുടെ ഈ ചലഞ്ചും കംപ്ലീറ്റഡ്. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ്. അപ്പോൾ ഇന്നലെ നമുക്ക് അത്ര സമയം കിട്ടാഞ്ഞുകൊണ്ട് മോളിലൊക്കെ പോയിട്ട് പിന്നെ ഒരുപാട് സമയമൊന്നും ഇല്ലായിരുന്നു ഒത്തിരി ചലഞ്ച് ചെയ്യാൻ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ചലഞ്ച് അടുത്ത ദിവസത്തേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പേ ഒരു പോളും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കഴിക്കണം. അപ്പം ഞാൻ റാഗി സ്മൂത്തി ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ദോശ ചട്നി ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ നൂഡിൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ നോക്കിയ സമയത്ത് 50% ആൾക്കാർ പറഞ്ഞേക്കുന്നത് ദോശ ചട്നി കഴിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ചട്നി ആയിരിക്കും. പിന്നെ റാഗി അത് കഴിഞ്ഞ് 33%. പിന്നെ ഏറ്റവും കുറവ് നൂഡിൽസ് ആയിരുന്നു. ഞാനപ്പോൾ ദോശ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അവസാനമായിട്ട് നമുക്ക് ഒരു ചലഞ്ചും കൂടി ഇടാം. നമ്മുടെ എല്ലാ ചലഞ്ചും കൊള്ളായിരുന്നു, പക്ഷെ ഭയങ്കര ഒരു അഡ്വഞ്ചറസ് അല്ല, അല്ലെങ്കിൽ ഒരു ഫണ്ണി അല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചൊരു ക്രേസി ഫണ്ണി ആയിട്ട് ഒരു ചലഞ്ചും കൂടി ഇടാമെന്ന്. അങ്ങനെ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന ഒരു ചലഞ്ചാണ് ഹെയർ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നെയിൽ ആർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൽ മേക്കപ്പ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും ഒരു ലുക്ക് മേക്കപ്പ് ചെയ്ത് നിങ്ങളെ ഒരു ലുക്കിൽ കാണിക്കും. പിന്നെ ഹെയർ കട്ട് ചെയ്യാന്ന് പറയുമ്പോഴേക്കും ഞാൻ എൻ്റെ മുടി ഇവിടം വരെ കട്ട് ചെയ്യും എന്ന് ഞാൻ പറയത്തില്ല, കാരണം അത്രയും മുടി വെട്ടാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ടിൽ ബാങ്ക്സ് പോലെ 2 സൈഡിൽ നമുക്ക് ഹെയർ കട്ട് ചെയ്യാം. അവർ ഹെയർ കട്ട് ചെയ്യുന്നതാണ് ചൂസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ. പിന്നെ നെയിൽ ആർട്ട് എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ഇൻ കേസ് നെയിൽ ആർട്ട് ആണെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് ഈവനിങ് വല്ലതും പുറത്ത് പോയിട്ട് നമുക്ക് നെയിൽ ആർട്ട് ചെയ്യാം. അങ്ങനെയാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ എന്തായാലും ആ പോൾ ഇട്ടതിന് ശേഷം ഞാൻ പോളൊക്കെ സൈഡിൽ കാണിക്കുന്നുണ്ട്.
ഞാൻ അങ്ങനെ ദോശയും ചട്നിയൊക്കെ ആക്കിയിട്ട് എത്തിയിട്ടുണ്ട്. ഇതിന് കരിഞ്ഞ ദോശയാന്ന് ആരും കമൻറ്റ് ചെയ്യണം. ഞാൻ നല്ലതായിട്ട് മുരിഞ്ഞ രീതിയിലാക്കിയതാണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ തിരിച്ചിരുന്ന സാധനമില്ലേ, അത് കണ്ടില്ല. അപ്പോൾ കുറച്ച് നേരം ആയപ്പോഴേക്കും ആ ദോശ കുറച്ച് കരിഞ്ഞില്ല, പക്ഷേ ഇച്ചിരി മൊരിഞ്ഞു പോയി. അതിനെന്താ ഗൈസ്, കണ്ടോ ക്രിസ്പി സൗണ്ട് കണ്ടോ? എനിക്കിത് ഇഷ്ടമാണ്, ഞാൻ അതാ ഉദ്ദേശിച്ചത്. കണ്ടോ, കാണിച്ചു തരാവേ. ക്രിസ്പി തേങ്ങാ ചട്നി സൂപ്പർ. അപ്പോൾ ഞാനി 2 ദോശയും കൂടെ ഒക്കെ ആക്കി കഴിക്കട്ടെ. ഗൈസ്, ഞാൻ എങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരാരെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്തോട്ടെ. പക്ഷേ അങ്ങനെ വിചാരിച്ചതിന് തെറ്റായിപ്പോയി. കാരണം ഞാൻ പറഞ്ഞ പോലെ ഞാനത് പറയാൻ റീസൺ എന്താണെന്നറിയാം ആദ്യം തന്നെ. അതായത് എൻ്റെ ഫ്രണ്ട്സ് കൂടുതൽ ആൾക്കാരും ഈ ഹെയർ കട്ട് ഒന്ന് വോട്ട് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, ഈശ്വര, അറിയാവുന്ന ആൾക്കാർ ഇനി വോട്ടിങ് കൂടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഹെയർ കട്ട് വരുമെന്ന് എനിക്ക് തോന്നി. എന്നിട്ടും ഞാൻ വിചാരിച്ചു നമ്മളെന്തോ സുതാര്യമായി നടത്തണമല്ലോ. അപ്പോൾ ഈ കുറച്ച് പേരെ വെച്ചിട്ട് വോട്ടിങ്ങിൻ്റെ ഒരു റിസൾട്ട് എടുക്കുന്ന ഒരു സത്യസന്ധതയല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, കുറച്ച് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആ റിസൾട്ട് നോക്കി അത് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. മേക്കപ്പ് താഴോട്ട് പോയിട്ട് നമ്മുടെ ഹെയർ കട്ട് മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ വിചാരിക്കുന്ന ഞാൻ മുടി ഫുൾ വെട്ടിക്കളയാൻ പോവാന്ന്. അപ്പോൾ അവരൊക്കെ വിചാരിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ മുടി ഇതാ ഇവിടുന്ന് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഫുൾ ബോയ് കട്ട് ചെയ്യാം. എങ്ങനെ ഉണ്ടാവും? തീരെ രസം ഉണ്ടാവില്ല. ഞാൻ മറ്റേ എൻ്റെ കോമഡിയിൽ ചെയ്യുന്ന ആ രാഹുലിനെ പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബാങ്ക്സ് കട്ട് ചെയ്യാം. അത് തന്നെ കുളമാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിപ്പോൾ മറ്റേ കുട്ടികളുടെയൊക്കെ നമ്മൾ കോമഡി വീഡിയോ കാണില്ലേ, അതുപോലെ ഞാൻ എന്നെ ട്രോളിയില്ലെങ്കിൽ കൊള്ളാം ഗൈസ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിൽ ബാങ്ക്സ് കട്ട്. ഞാൻ കണ്ണാടി കൊണ്ടുവന്നേ, പക്ഷേ കണ്ണാടിയും ചീപ്പും എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഈ 2 സൈഡ് കട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കട്ട് ചെയ്ത് കുളമായാലും ഞാനിങ്ങനെ ഒരു സൈഡിലോട്ടല്ലേ ഇടുന്നത് കൂടുതലും മുടി. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കുളമായാലും, ഒരു മിനിറ്റ്, കുളമായാലും നമുക്ക് ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഭംഗി ഉണ്ടാവും. ഈ ടെൻഷൻ ആവുന്നുണ്ട്. കാരണം പണ്ട് ഞാൻ മുടി വെട്ടിയില്ലേ, പണ്ട് ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. പണ്ട് ഞാൻ കത്രിക എടുത്ത് ഇങ്ങനെ എൻ്റെ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ അടിയിൽ പോയി ഇങ്ങനെ മുടി വെട്ടി അവസാനം നല്ല കോമഡി ആയിരുന്നു എന്നെ കാണാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ കത്രിക എടുക്കുമ്പോൾ ഒരു പേടിയുണ്ട്, പക്ഷേ എനിക്ക് ഫണ്ണാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് മുടി വെട്ടാൻ. അപ്പോൾ ഞാൻ മുടി വെട്ടാൻ പോവാണ്. പാർലറിൽ പോയി വെട്ടിയാവുന്ന അത്ര വലിയ ഫണ്ണില്ല. അതുകൊണ്ട് അയ്യോ ഇച്ചിരി താത്തി വെട്ടാല്ലേ. ഇവിടെ ഇങ്ങനെയല്ലേ വെട്ടുക. ഇവിടുന്ന് കുറച്ച്, ഇവിടുന്ന് കുറച്ച്, ഇവിടുന്ന് കുറച്ച്, ഇവിടുന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടുന്ന് കുറച്ച്, ഇവിടുന്ന് കുറച്ച്, ഇവിടുന്ന് കുറച്ച്, ഇവിടുന്ന് കുറച്ച്, ഇങ്ങനെ. ഇവിടെ ഇപ്പോൾ അത് കണ്ടോ, കണ്ടോ ഞാൻ വെട്ടിയത് കണ്ടോ? എങ്ങനെയുണ്ട് എൻ്റെ സ്കിൽ? ടെൻഷനായിട്ടാന്ന് തോന്നുന്നു. ഞാൻ ചെറുതായിട്ട് വിയർക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, ഈ സൈഡ് എടുക്കട്ടെ. രസമായാൽ മതിയായിരുന്നു, കുളം ആവാതിരുന്നാൽ മതിയായിരുന്നു. ഓണത്തിന് രസം. ഓക്കെ, അപ്പം ഞാൻ എന്താ ഈ സൈഡ് വെട്ടാണേ. ഈ സൈഡ് ഞാൻ ഇച്ചിരി കയറ്റിപ്പോയി. ഇതൊരു മണ്ടത്തരമായോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. ഓക്കെ, ഈ സൈഡും വെട്ടി. ആ സൈഡ് വെട്ടി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ, അയ്യോ ഇച്ചിരി കൂടുതൽ വെട്ടിപ്പോയി. ഈ സൈഡ് അയ്യോ കുഴപ്പമില്ല ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനെ ഇടുമ്പോൾ പക്ഷെ ഒരു വൃത്തിയില്ലാതെ ഉണ്ട്. കുഴപ്പമില്ല, മുടി ഇങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ ആരും അറിയില്ല എന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് വിയർക്കുന്നുണ്ട് ടെൻഷൻ കാരണം ഗൈസ്. ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റൈൽ. എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് മനസ്സിലായി നിങ്ങൾ ഉദ്ദേശിച്ചത് കുറച്ചും കൂടെ ഞാൻ ഹെയർ കട്ട് ചെയ്യണമെന്ന്. അത് നമുക്ക് വേറൊരു ദിവസം പോയിട്ട് ഒരു മേക്ക് ഓവർ പോലെ ചെയ്യാം. എന്നാലും ഞാൻ ഹെയർ ഇവിടെ വരെ കട്ട് ചെയ്തില്ല. കാരണം പണ്ട് ഞാൻ നല്ല ലെങ്ത് കുറച്ചിട്ട് പിന്നെ എനിക്ക് ആ പഴയ മുടി കാണാൻ ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ മുടി മുറിച്ചില്ല. നിങ്ങൾ കുറച്ച് പേര് മുടി മുറിക്ക്, കുറച്ച് പേര് അയ്യോ മുറിക്കല്ലേ, അങ്ങനെ ആയിരിക്കും നിങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഞാൻ കേട്ടു. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു ചലഞ്ചും കൂടെ ചെയ്യും. അപ്പോൾ ആ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ സത്യമായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു പാർലറിൽ പോയിട്ട്, എൻ്റെ ഈ കുരുത്തങ്കട്ട പണിയല്ലാതെ പാർലറിൽ പോയിട്ട് ഞാൻ നിങ്ങളെ മുടി വെട്ടി കാണിച്ചു തരുന്നതായിരിക്കും, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്. മുടി വെട്ടിയപ്പോൾ ഞാൻ സ്ട്രെസ്സായിപ്പോയി. കാരണം ഹെയർ കട്ടിൽ ഞാൻ പണ്ടേ ഒരു വിദഗ്ധയാണ്, നിങ്ങൾക്ക് അറിയത്തില്ല എൻ്റെ കയ്യിലിരിപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചലഞ്ചസോ എന്തെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുടിയിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ചലഞ്ച് വീഡിയോ. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ഡൗൺ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ഇറ്റ്സ് എ ബൈ ഫ്രം മല്ലു ടെക്കി ഗേൾ.